തളിപ്പറമ്പിലെ തലോറ എന്ന ഗ്രാമത്തിൽ ഇടവലത്ത് പുടയൂർ മനയിൽ നടക്കുന്ന പെരുങ്കളിയാട്ടമാണ് മലയാറാട്ട്. മലയന്മാർ കെട്ടി ആടിയിരുന്നതിനാലാണ് ഈ പേര് വന്നത്. അല്പമൊരു ചരിത്രം മലയാറാട്ടിന് പിന്നിലുള്ളത് പറയാതെ പോകാനാവില്ല. ഉഗ്രമൂർത്തിയായ കൂവച്ചാൽ ഭഗവതി പുടയൂർ മന്ത്രശാലയുടെ പരദേവതയാണ്. കളകാട്ട് മന്ത്രവാദിയാൽ വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഭഗവതി അത്യുഗ്രഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. പല നാടുകളിൽ പല പേരുകളിൽ രുദ്രമഹാകാളിയായി ദേവിയെ ആരാധിക്കുന്നു. തലോറയിലെ കൂവച്ചാൽ കാവിൽ അധിവസിച്ച ഭഗവതി ഈ നാടിന്റെ പരദേവതയായി മാറി. പിന്നീട് ഇടവലത്ത് പുടയൂർ മനയിലെ മഹാമാന്ത്രികനായ ഒരു പൂർവികൻ നിത്യാരാധനയ്ക്കായി ദേവിയെ മനയിൽ കുടിയിരുത്തി. ഏതാണ്ട് 25 തലമുറയായി കൂവച്ചാൽ ഭഗവതി പുടയൂർ മന്ത്രശാലയുടെ മന്ത്രതന്ത്ര പാരമ്പര്യത്തെയും തലോറ എന്ന ഗ്രാമത്തെയും കാത്തു സംരക്ഷിച്ചു വരുന്നു. മനയുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ നിത്യാരാധന നടത്തുന്ന മൂർത്തികളെ കോലസ്വരൂപത്തിൽ കെട്ടി ആടുന്നതാണ് മലയാറാട്ട്. വളരെ അപൂർവമായി മാത്രമാണ് മലയാറാട്ട് സംഭവിക്കുന്നത്. ഒരു തലമുറയിൽ ഒരിക്കൽ എന്ന രീതിയിലാണ് മലയാറാട്ട് നടക്കുന്നത്. ആ ഒരു അനുഷ്ഠാനത്തിൽ അവിടെ എത്തിച്ചേരാനായതും പങ്കെടുത്തതും ഒക്കെ വലിയ ഭാഗ്യമായി കരുതുന്നു. ആദ്യ ദിവസം ഉച്ചയ്ക്കുള്ള ഉച്ചബലിയോടെയാണ് മലയാറാട്ടിന് തുടക്കമിടുന്നത്. ഉച്ചബലിക്ക് ഉച്ചത്തെയ്യങ്ങളും കാരാഗണങ്ങളും ഒത്തുചേർന്നാണ് അരങ്ങിൽ പ്രവേശിക്കുന്നത്. മുൻപൊക്കെ ശരിയായ ബലി അർപ്പിച്ചിരുന്ന ഈ ചടങ്ങിൽ ഇന്നിപ്പോൾ കാലം മാറിയതുകൊണ്ട് തന്നെ പ്രതീകാത്മകമായി തെയ്യം കെട്ടിയാടുന്ന ആളിന്റെ ശരീരത്തിൽ വളരെ മൂർച്ചയേറിയ പേനാക്കത്തി പോലെ ഒരായുധം കൊണ്ട് മുറിവേൽപ്പിച്ച് രക്തം കളത്തിൽ വീഴിക്കുന്നു. അതിനുശേഷം കോടി പുതപ്പിച്ച് ഒരു മൃതശരീരത്തെ എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്.